ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് എൻ്റെ സ്കൂളിൽ ഞാൻ തയ്യാറാക്കി കൊണ്ടുപോയ ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ വീഡിയോ ആണിത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പാണ്. അത് നിങ്ങൾക്കും കൂടി ഞാൻ പങ്കുവെക്കുന്നു. ബാല്യകാലസഖി മലയാള സാഹിത്യത്തിലെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലാണ് ബാല്യകാലസഖി. ഞാനത് വളരെ ആസ്വദിച്ചു വായിച്ചു. 1994 പുറത്തിറക്കിയ ഈ നോവലാണ് ബഷീറിന്റെ പ്രശസ്തമായ നോവൽ. സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകുന്ന ലളിതമായ രീതിയിലാണ് ബഷീറിന്റെ ഓരോ നോവലുകളും രചിച്ചിട്ടുള്ളത്. ബഷീറിന്റെ കഥ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മളായി മാറുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രശസ്ത കഥാപാത്രങ്ങളായ സുഹ്റായും മജീദുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. അവർ അയൽക്കാരായിരുന്നു. കഥാനായകൻ മജീദ് വലിയ പണക്കാരന്റെ മകനായിരുന്നു. എന്നാൽ നായികയോ പാവപ്പെട്ട ഒരു അടക്ക കച്ചവടക്കാരന്റെ മകളും. അവർ പരിചയമായതു മുതൽ ബന്ധശത്രുക്കളായിരുന്നു. പിന്നീടാണ് അവർ ഒറ്റ കൂട്ടുകാരായത്. അവരുടെ സമീപത്ത് ഒരു മാവുണ്ടായിരുന്നു. അതിൽ മാമ്പഴവുമുണ്ട്. മാമ്പഴം കിട്ടാൻ വേണ്ടി എന്നും സുഹ്റ മാവിന്റെ അടുത്തേക്ക് പോകും. അപ്പോഴേക്കും മജീദ് അതെടുത്തിട്ടുണ്ടാകും. എന്നിട്ട് അവൻ അവളെ നോക്കി കോക്കറി കാട്ടും. അവൾ വിട്ടുകൊടുക്കില്ല, അത് തിരിച്ചടിക്കും. അങ്ങനെ ഒരു ദിവസം മജീദിന് പതിവ് പോലെ 2 മാമ്പഴം കിട്ടി. സുഹ്റ അവന്റെ മുന്നിൽ തോറ്റുപോയി. അവൾ കരച്ചിലിന്റെ കണ്ണീരൊഴുക്കി. അങ്ങനെ മജീദ് ഒരു മാമ്പഴം സുഹ്റയ്ക്ക് നൽകി. സന്തോഷമായി. ആ മാമ്പഴത്തിൽ നിന്നാണ് അവരുടെ സ്നേഹം ഉടലെടുത്തത്. വളരും തോറും അവരുടെ സ്നേഹം കൂടിക്കൂടി വന്നു. മജീദ് പഠിക്കാൻ വളരെ മോശനായിരുന്നു. കൂടാതെ മണ്ടനും. ഒന്നും കൂട്ടാൻ എത്ര എന്ന അധ്യാപകന്റെ ചോദ്യത്തിന് അവൻ പറഞ്ഞത് ഇമ്മിന് വലിയ 1 എന്നാണ്. അത്രയ്ക്ക് മണ്ട ശിരോമണിയാണവൻ. എന്നാൽ സുഹ്റ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സുഹ്റ എപ്പോഴും മജീദിനെ ഇമ്മിന് വലിയ 1 എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ഇരിക്കെ സുഹ്റായുടെ ബാപ്പ മരിച്ചു. അതിൽ അവർ ദാരിദ്ര്യത്തിലായി. അതോടെ സുഹ്റായുടെ പഠനം നിർത്തേണ്ടി വന്നു. പഠിക്കാത്ത ഒരു സ്വപ്നജീവിയായിരുന്നു മജീദ്. അങ്ങനെ ഇരിക്കെ ബാപ്പയുടെ കയ്യിൽ നിന്നും തല്ല് കിട്ടിയതിന്റെ ഭാഗത്തിൽ അവൻ മജീദ് നാടി വിട്ടുപോയി. 6-7 കൊല്ലം കഴിഞ്ഞ് വെറും കൈയോടെ അവൻ തിരികെ എത്തി. കുടുംബം മുഴുവൻ ദാരിദ്ര്യത്തിൽ ആണ്ടുപോയിരിക്കുന്നു. വേറൊരു വിവരം, ഒരു അറവുകാരന്റെ 2ാം ഭാര്യയായി സുഹ്റയെ കെട്ടിച്ചു വിട്ടിരിക്കുന്നു. അവൻ തളർന്നു. അവൻ വന്നതറിഞ്ഞ് അവൾ ഓടിയെത്തിക്കൊണ്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിനോടൊപ്പം താമസിക്കാൻ ഞാൻ താല്പര്യം കാട്ടുന്നില്ല. അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. എന്തു ചെയ്യാനാ? അവന്റെ പുര നിറയെ പെങ്ങന്മാരെ കെട്ടിക്കാനിരിക്കുന്നു. അതിനുവേണ്ടി ജോലി അന്വേഷിച്ച് വീണ്ടും നാടുവിട്ടു. അങ്ങനെ മാസത്തിലെല്ലാം കത്തുകൾ കിട്ടുകയും മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിലെല്ലാം സുഹ്റായുടെ കൈപ്പടിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ സുഹ്റായ്ക്ക് സുഖമില്ല എന്നറിയിച്ചു കൊണ്ടുള്ള കത്തുകൾ ഉണ്ടായിരുന്നു. മജീദിന് ആദ്യം ഒരു ഏജൻസിയിലായിരുന്നു ജോലി കിട്ടിയത്. അതിൽ അവന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. പിന്നെ ജോലി കിട്ടിയത് ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിയായിരുന്നു. പിന്നെ കുറച്ചായിട്ട് കത്തുകളൊന്നും വന്നില്ല. കുറച്ചു ദിവസത്തിനകം ഒന്ന് വന്നു. മജീദിന്റെ വീട് ഒഴിഞ്ഞു കൊടുത്തു എന്ന വാർത്തയും സുഹ്റ സുഖക്കേടായി ചികിത്സ ലഭിക്കാത്തതിനാൽ മരണപ്പെട്ടു എന്നും അവൻ ഒന്നു തരിച്ചുപോയി. പ്രണയവും സങ്കടവും വേദനയും നിറഞ്ഞ ഒരു നോവലാണ് ബാല്യകാലസഖി. എന്നാൽ ഇതിലൊന്നും തളരാതെ പഴയ ഓർമ്മയിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട് മജീദ് മുന്നേറി. നന്ദി.